ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഇന്നിവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് മിസ്റ്റർ വിൻസെന്റ് ഡി പോളിനെ കുറിച്ചാണ്. പാവപ്പെട്ടവർക്കും സമൂഹത്തിൽ നിന്ന് പിന്തള്ളപ്പെട്ടവർക്കും വേണ്ടി പ്രവർത്തിച്ചതിനാൽ കരുണയുടെ മധ്യസ്ഥൻ എന്നായിരുന്നു വിൻസെന്റ് ഡി പോൾ അറിയപ്പെട്ടിരുന്നത്. ഫ്രാൻസിലെ പോം എന്ന കൊച്ചു ഗ്രാമത്തിലെ കർഷക കുടുംബത്തിലായിരുന്നു അദ്ദേഹം ജനിച്ചത്. പാവപ്പെട്ടവരോട് എന്തെന്നില്ലാത്ത സഹാനുഭൂതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. വിശുദ്ധിയുടെ വിത്തുകൾ അവനിൽ നിറച്ചത് യേശുവിൽ വിശ്വസിച്ച മാതാപിതാക്കൾ തന്നെയായിരുന്നു. ഫ്രാൻസിസ്കൻ സന്യാസിമാരുടെ സഹായത്തോടെ മാതാപിതാക്കൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസം നൽകി. പഠനത്തിൽ മിടുക്കനായ അദ്ദേഹം സമ്പന്ന കുടുംബത്തിലെ കുട്ടികളെ പഠിപ്പിക്കുകയും വിദ്യാഭ്യാസത്തിനുള്ള വക കണ്ടെത്തുകയും ചെയ്തു. തന്റെ 15-ാം വയസ്സിൽ ദൈവശാസ്ത്രം ആരംഭിച്ച അദ്ദേഹം 1600-ൽ പൗരോഹിത്യം സ്വീകരിച്ചു. ഒരിക്കൽ അദ്ദേഹം കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കടൽ കൊള്ളക്കാർ അദ്ദേഹത്തെ പിടികൂടുകയും തുണീഷ്യയിലേക്ക് കൊണ്ടുപോവുകയും അവിടെ അടിമയായി നിൽക്കുകയും ചെയ്തു. ഇക്കാലയളവിൽ അദ്ദേഹത്തിന്റെ യജമാനെ മാനസാന്തരപ്പെടുത്തുകയും അദ്ദേഹത്തോടൊപ്പം രക്ഷപ്പെടുകയും ഫ്രാൻസിലെത്തുകയും ചെയ്തു. ഫ്രാൻസിൽ നിന്ന് റോമിലെത്തിയ അദ്ദേഹം അർഹരായ പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്തു. പിൻകാലത്ത് വിശുദ്ധയായിരുന്ന ലൂയിസ് ഡി മരിലാക്കുമായി ആദ്യത്തെ സന്യാസി സമൂഹത്തിന് രൂപം കൊടുത്തു. സംഭാവനകൾ ശേഖരിച്ച് ദരിദ്രരെ സഹായിക്കുകയും ചെയ്തു. ദരിദ്രരെ സഹായിക്കാനും തിരുസഭയെ പുഷ്ടിപ്പെടുത്താനും അദ്ദേഹം തന്റെ പ്രസക്തിയെ ഉപയോഗപ്രദമാക്കി. തന്റെ 80-ാം വയസ്സിൽ ഗുരുതരമായ പനി ബാധിക്കുകയും 1660 സെപ്റ്റംബർ 27 നിത്യസമ്മാനത്തിന് അർഹയായി. ഫ്രെഡറിക് ഓസാനം പാവങ്ങളുടെ ആശ്വാസത്തിന് വേണ്ടി പ്രവർത്തിച്ച വിൻസെന്റ് ഡി പോളിന്റെ സംഘടനയ്ക്ക് രൂപം നൽകി. നമുക്കും മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്തും സഹായിച്ചും നമ്മുടെ ജീവിതത്തെ കെട്ടിപ്പടുത്താം. ദൈവം നമ്മെ അനുഗ്രഹിക്കും.